കേരളത്തിലെ മീഡിയ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഒരു മീഡിയ, അതായത് 24/7, അപ്പം ആ ചാനൽ ശ്രീകണ്ഠൻ നായരാണ് അതിൻ്റെ എഡിറ്റർ ഇൻ ചീഫ്. അദ്ദേഹമാണ് അതിൻ്റെ മേജർ പ്രൊമോട്ടർ മെയിനായിട്ടുള്ളത്, എൻ്റെ അറിവനുസരിച്ചിട്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയ ഇൻഡസ്ട്രി മാത്രമല്ല, ജനങ്ങളിലോട്ട് ചർച്ച പോവുകയാണ്. എങ്ങനെയാണ് ഒരു ടെലിവിഷൻ മീഡിയ അല്ലെങ്കിൽ മീഡിയ ഹൗസ് എങ്ങനെ റൺ ചെയ്യാൻ സാധിക്കും? അദ്ദേഹത്തിൻ്റെ വോയിസ്, അദ്ദേഹം ഇൻറ്റേണലായിട്ട് അവിടുത്തെ സ്റ്റാഫിന് അയച്ച വോയിസാണ്. അതിങ്ങനെ പറഞ്ഞു കിടക്കുകയാണ്. അതിനെപ്പറ്റി പലരും യൂട്യൂബും വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്കും 2-3 പേര് അയച്ചു തന്നു. ഇപ്പം ഞാനിത് കേട്ടു. അദ്ദേഹം ഈ പറയുന്ന ശ്രീകണ്ഠൻ നായർ എൻ്റെ നാട്ടുകാരനാണ്. ഞാൻ പത്തനാപുരംകാരനാണ്, അദ്ദേഹം കൊട്ടാരക്കരക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിന് റേഷൻ കടയായിരുന്നു. എൻ്റെ അറിവനുസരിച്ചിട്ട്, അതായത് എൻ്റെ കൂടെ നേരത്തെ ജൂനിയറായിട്ട് ഞങ്ങളതിൽ ഫ്രണ്ട്സായിരുന്നു അഭിലാഷ്, മേലിലക്കാരനെ. അപ്പം അവനും ഈ പറയുന്നത് അവൻ്റെ പിതാവിന് ഇതേപോലെ റേഷൻ കടയായിരുന്നു. അവനും പറയാറുണ്ട് ശ്രീകണ്ഠൻ നായരെ പറ്റി. കാരണം അയൽവാസികൾ അടുത്തടുത്ത് നായർ ഫാമിലിയാണ്. എൻ്റെ അറിവനുസരിച്ച് ഇദ്ദേഹം ഒരു കോൺഗ്രസ് ഫാമിലി എന്നുള്ള ആളാണ് ശ്രീകണ്ഠൻ നായർ. പിന്നെ മറ്റൊരു കാര്യം, മറ്റാര് ശ്രീകണ്ഠൻ നായരെ പറ്റി എന്ത് പറഞ്ഞാലും എൻ്റെ അറിവനുസരിച്ച് ഹീസ് എ ജെന്റിൽമാൻ. പിന്നെ അദ്ദേഹത്തിന് ഒരു മീഡിയ ഇൻഡസ്ട്രി, മീഡിയ മാനേജ്മെൻറ്റ്, പ്രത്യേകിച്ച് ന്യൂസ് മീഡിയ എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെപ്പറ്റി അദ്ദേഹത്തിന് വലിയ ഇതൊന്ന് വളർന്നു ശരിക്കും പെട്ടെന്ന് ഇൻ വെരി ഷോർട്ട് ടൈം. മറ്റുള്ള ചാനലിനെയൊക്കെ, അതായത് ഈ ഏഷ്യാനെറ്റിൻ്റെ വലിയ ഡോമിനേഷൻ നമുക്ക് കാണാം എത്രയോ വർഷമായിട്ട്. അതേപോലെ മനോരമ, മറ്റുള്ള ചാനൽ, അതിനെയൊക്കെ കടത്തി വെട്ടി പിന്നെ ഷോർട്ട് ടൈം ഇത് മുമ്പിൽ വന്നു. അതിൻ്റെ കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പല ചർച്ചകളൊക്കെ ഉണ്ട്. അതുമായിട്ട് അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ പാട്ട് പാടുക, അതേപോലെ ഗ്രാഫിക്സ് വെച്ച് കളിക്കുക, 5 പെണ്ണുങ്ങളെ ആങ്കറായിട്ട് പറയുക. പിന്നെ അദ്ദേഹം പറയുന്നത് ഇതാണ് ഏറ്റവും വലിയ സംഭവം അദ്ദേഹം ചെയ്യുന്നത്. ഇതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ബേസിക്കലി ഇദ്ദേഹം ഒരു ഗ്രൗണ്ട് സീറോ ജേർണലിസ്റ്റായിട്ട് ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടില്ല. അതായത് ഗ്രൗണ്ടിൽ നിന്ന് ജേർണലിസം ചെയ്ത് വർക്ക് ചെയ്ത ഒരാൾക്ക് മാത്രമേ ഈ ബേസിക്കായിട്ട് റിപ്പോർട്ടാജ് എന്ന് പറഞ്ഞ സാധനത്തെ പറ്റി അറിയത്തുള്ളൂ. എനിക്കറിയാവുന്നിടത്തോളം ഇദ്ദേഹത്തിന് ആ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോ, പിന്നെ ഏഷ്യാനെറ്റിൽ പോയി, പിന്നെ അവിടുന്ന്. പക്ഷെ പുള്ളിക്ക് മലയാളികളായിട്ടുള്ള ശ്രോതാക്കളെ എങ്ങനെ പിടിച്ചിരുത്തണം എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ട്. അവിടെയാണ് അദ്ദേഹം സക്സസ് ആയത്. അതാണ് അതിൻ്റെ അകത്ത് മാർക്കറ്റിംഗ് വ്യൂവിൽ നമ്മൾ നോക്കുവാണെങ്കിലും ചാനൽ റേറ്റിങ്ങിൽ നോക്കുവാണെങ്കിലും ശ്രീകണ്ഠൻ നായരും ഈ ഫ്ലവേഴ്സ് ആണെങ്കിലും ഒക്കെ സക്സസ് ആയത് ഈ പറഞ്ഞ ആ ഫോർമുലയിൽ അദ്ദേഹം ഇന്ന് കേരളത്തിൽ അയാളെപ്പോലെ ഇത്രമാത്രം സക്സസ് ആയിട്ട് എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ന്യൂസ് ചാനൽ, അതിനൊരു ന്യൂസ് ചാനലായിട്ട് ഞാൻ 1% പോലും അംഗീകരിക്കാത്ത ഒരാളാണ്. നിങ്ങളതിനെപ്പറ്റി പല അഭിപ്രായം പറയാം, പക്ഷേ ഞാനതിനെ അംഗീകരിക്കുന്നില്ല. കാരണം ഒരു ന്യൂസ് ഫോർമാറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ന്യൂസിനേക്കാളുപരി അദ്ദേഹത്തിൻ്റെ ഒരു ഷോയും പരിപാടിയെ വളരെ കൂടുതൽ സമയം അദ്ദേഹത്തെ കാണിച്ച് അദ്ദേഹം ഒരു ഇൻട്രാക്റ്റീവായിട്ടുള്ള സെക്ഷന് സമയം പറയുന്നു, ഇത് കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, സംഭവങ്ങളൊക്കെ പറയുന്നു. പക്ഷെ ബേസ്, അതായത് രാജഗോപാൽ ചോദിച്ച പോലെ ഗ്രൗണ്ട് റിപ്പോർട്ട്, അതായത് സ്റ്റോറീസ്, ഞാൻ ഇന്ന് വരെ അതിൻ്റെ അത് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതായത് കേരളമായിട്ട് ബന്ധപ്പെട്ട സീരിയസ് ഇഷ്യൂസ് സ്റ്റോറീസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ കാണാഞ്ഞിട്ടാവും എനിക്കറിയില്ല. ഞാനിത് കാണുന്ന ചാനല്, ഞാൻ രാജഗോപാലിനെ പോലെ ഞാൻ ഈ ചാനലിടയ്ക്ക് കാണാറുണ്ട്. മലയാളത്തിൽ വരുന്ന ഒരു പെട്ടെന്ന് നോക്കും. അല്ലെങ്കിൽ കണ്ടിട്ടില്ല എങ്കിൽ ആരെങ്കിലും പറഞ്ഞെടുത്ത് യൂട്യൂബിലെടുത്ത് നോക്കും. ഞാൻ ഈ പറയുന്നത് ഇദ്ദേഹത്തിന് അവിടുത്തെ സ്റ്റാഫുകൾ തമ്മിൽ ഇൻറ്റേണലായിട്ട് ഇദ്ദേഹം അയച്ച ഇൻസ്ട്രക്ഷൻ, ആ ഇൻസ്ട്രക്ഷൻ അത് ലോകം മുഴുവനും പോയി. അതായത് പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായർ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിവിടെ ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. നിങ്ങളുടെ സ്റ്റാഫുകളാണ് ഈ സാധനം ലീക്കാക്കി കൊടുത്തത്. അത് ഇൻറ്റേർണലാണ്. അതായത് ഓഫീസിൻ്റെ ഏറ്റവും ഡിസിപ്ലിൻ കാര്യമാണ് ഇൻറ്റേർണൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അത് ലീക്കാക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കയ്യിലല്ല ഈ ചാനൽ. ഇതത് ഈഗോ പറയാം, അത് പറയാം, ഇത് പറയാം. പക്ഷേ
ഇവിടെ ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ മുകളിൽ കൂടെ പറക്കുകയാണ് നിങ്ങളുടെ റിപ്പോർട്ടേഴ്സ്. അതായത് ഇതിനകത്ത് പ്രധാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് അവിടെ സുജയ പാർവതിയെ പുറത്താക്കിയ സമയത്ത് RSSന്റെ BMSന്റെ നേതാക്കൾ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അവരെ തിരിച്ചെടുത്തു കഴിയുമ്പോൾ അവിടെയുള്ള സ്റ്റാഫുകൾക്കെല്ലാം പിടികിട്ടി നിങ്ങളൊരു പേടിച്ചു തൂറുകയാണ്. കാരണം നിങ്ങൾക്ക് ഭയമാണ്. കാരണം നിങ്ങൾ 1000 കോടി 2000 കോടി കമ്പനി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന യഥാർത്ഥ സംഭവം അവിടുത്തെ സ്റ്റാഫിന് അന്ന് വിടുക. കാരണം മെസ്സേജ് വളരെ കൃത്യമാണ്. സുജയ അവിടെ കയറി വാർത്ത വായിച്ചു, പിന്നെ റെസിഗ്നേഷൻ തന്നു പോയി. മേക്ക് ഇറ്റ് ക്ലിയർ. അവരുടെ കണ്ടീഷൻ ഒരു ജൂനിയർ സ്റ്റാഫ് പറഞ്ഞത് നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. ഇപ്പം ഇവിടെ ഇത് തന്നെ ഇഷ്യൂ. അതായത് CPMന്റെ സംസ്ഥാന സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു റിപ്പോർട്ടർ, അദ്ദേഹം പിണറായി വിജയൻ്റെ അടുത്തയാൾ. മറ്റേ റിപ്പോർട്ടർ അത് ചിലപ്പോൾ MP ഗോവിന്ദൻ്റെ CPMന്റെ മറ്റേ ഗ്രൂപ്പിൻ്റെ ആൾക്കാരായിരിക്കും. ഇവർ തമ്മിലുള്ള ക്ലാഷിൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ പ്രൊഫഷണലിസം പോയി. അതായത് പിന്നീടൊരു വോയിസ് ഞാൻ കേട്ടു. കാരണം ഇത് പബ്ലിക്കിൽ നടക്കുന്ന സംഭവം. നിങ്ങളുടെ ബ്യൂറോ ചീഫിനെ ചീഫ് എഡിറ്ററെ വിളിച്ചിട്ട് ബ്യൂറോ ചീഫിനെ കിട്ടുന്നില്ല. ആലോചിച്ച് നോക്കുക. അതായത് നിങ്ങളുടെ കയ്യിലല്ല ഈ ഗെയിം. ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റാഫ്, അതായത് പിണറായി വിജയൻ്റെ അടുപ്പക്കാരനും മറ്റു 2 സ്റ്റാഫുകൾ, ഇവർക്കൊക്കെ അറിയാം പിണറായി വിജയൻ നാളെ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായർ അവിടെ നിന്ന് മുള്ളുവെന്നറിയാം. ഇവർക്ക് പേടിയ. ഇതാ കാര്യം. ഞാൻ താങ്കളെ മോശമായിട്ട് പറയാനല്ല, ശ്രീകണ്ഠൻ നായർ മനസ്സിലാക്കേണ്ടതാണ്. ഇവർക്ക് 2 പേർക്ക് അവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ അവർക്ക് കൃത്യമായിട്ട്, ഇവരൊക്കെ ജേർണലിസ്റ്റാണ്, ഇവരെ നിങ്ങൾ മുകളിൽ കൂടെ പറക്കാൻ വിട്ടു. അതിന് ഒരു ഉദാഹരണം ഞാൻ താങ്കളോട് പറയാം. താങ്കൾ ശ്രീകണ്ഠൻ നായർ ഒരു ചർച്ചയിൽ അദ്ദേഹം നിങ്ങൾ ആങ്കർ എടുത്ത് കഴിയുമ്പം പിണറായി വിജയനെ കാണാൻ പോയി. പിണറായി വിജയനോടെങ്കിൽ താങ്കൾക്കെതിരെ താങ്കളുടെ മകൻ ചില കാര്യങ്ങളൊക്കെ വൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ ഫേക്ക് ആയിട്ടുള്ള പരിപാടികളും സൈബർ ക്യാമ്പയിനും നടത്തി അവർക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു അതിൻ്റെ ആവശ്യമുണ്ട്, എന്നെ ആരൊക്കെ പറയും, താങ്കൾക്ക് അത് വിട്ടുകൂടായെന്ന് ചോദിച്ചു. അപ്പോൾ താങ്കൾ പറഞ്ഞു അതല്ല, ഈ കാര്യത്തിൽ ഞാൻ കൺസേൺഡ് എൻ്റെ ഫാമിലിയെ പറ്റി പറഞ്ഞു. പിന്നീട് പറഞ്ഞു കൊട്ടാരക്കരയൊക്കെ, കാരണം കൊട്ടാരക്കരയുടെ അംബാസഡറാണെന്ന് പറഞ്ഞു, അതിനുവേണ്ടി താങ്കൾ തയ്യാറാണെന്ന് പറഞ്ഞു. അവിടെയും പറഞ്ഞു അവിടെയുള്ളവർ എനിക്കെതിരെ സൈബർ അറ്റാക്ക് ചെയ്തു, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം അതിനുശേഷം താങ്കൾ മനസ്സിലാക്കും, താങ്കൾ കേരള മുഖ്യമന്ത്രിയുടെ അടുത്ത് സൈബർ അറ്റാക്കുമായിട്ട് പോയപ്പോൾ എന്താ മുഖ്യമന്ത്രിക്ക് കിട്ടിയ മെസ്സേജ് താങ്കൾക്കറിയാം? അതായത് താങ്കൾ ഒരു സൈബറിൻ്റെ പേരിൽ പേടിച്ച് എൻ്റെ അടുത്ത് വന്നേക്കുവാണ്. അതായത് ഫർദർ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ ഓഫീസ് പറയുന്നത് ശ്രീകണ്ഠൻ നായർ കേൾക്കുകയുള്ളൂ. ആ മെസ്സേജാണ് അയാൾക്ക് കിട്ടിയത്. ഞാൻ ഈ പറഞ്ഞത് താങ്കൾക്ക് പിടികിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അതാണ് ഞാൻ ഈ പറഞ്ഞ ഗ്രൗണ്ട് സീറോ ജേർണലിസം ചെയ്തൊരാൾക്ക് ഈ മണ്ടത്തരം കാണിക്കത്തില്ല. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. 4 ദിവസം മുമ്പ് എന്നെ കാണാൻ സംഘപരിവാറിൻ്റെ വളരെ സീനിയറായിട്ടുള്ള ചില നേതാക്കൾ, അതായത് RSS VSP അതിൻ്റെ സീനിയർ നേതാക്കൾ എന്നെ കാണാൻ വന്നു. അപ്പോൾ ആദ്യ ദിവസം അവർ ടൈം പറഞ്ഞ് മാറിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു 1 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യുക, കാരണം എനിക്ക് ജോലിയും പരിപാടിയുണ്ട്, ഞാൻ അതിലോട്ട് പോകും. അവർ ലേറ്റായി. പിന്നീട് ഞങ്ങൾ 10 മിനിറ്റ് എടുക്കും, ഞാൻ വരാൻ പോയി വരണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അടുത്ത ദിവസം ടൈം പറഞ്ഞ് കറക്റ്റ് സമയത്തിന് അവർ വീട്ടിൽ 2-3 പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവരെന്നോട് പറഞ്ഞു, മറ്റൊരു യൂട്യൂബ് ചാനലിലൊക്കെ കൂട്ടുകാർത്തവർ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ ഓർഗാനിക് അല്ലാതെ ഞങ്ങളുടെ ആൾക്കാരെ കൊണ്ട്, RSSകാരെയും BJPക്കാരെയും ഞങ്ങളെ പിന്തുണയ്ക്കുന്നവരെ കൊണ്ട് നിങ്ങൾക്ക് എനിക്ക് സബ്സ്ക്രിപ്ഷൻ കൂട്ടിത്തരാമെന്ന് പറഞ്ഞു. ഉണ്ടായ സംഭവം ഇത്. നാഷണൽ ലീഡറാണ് ഈ പറയുന്നത്. അപ്പം ഞാനിതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. ഒത്തിരി സംസാരമെല്ലാം ശേഷം ഞാൻ പറഞ്ഞു ഇത്ര ടൈമേ ഉള്ളൂ നിങ്ങൾക്ക് സംസാരിക്കാൻ, പറഞ്ഞു തരുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞൊരു മറുപടിയുണ്ട്. എനിക്ക് താങ്കളുടെ പാർട്ടിയുടെയോ താങ്കളുടെ സംഘടനയുടെയോ ഒരു പിന്തുണ എനിക്ക് ആവശ്യമില്ല. ഇതേപോലെയുള്ള തരികിടയുമായിട്ട് എന്നോട് സംസാരിക്കാൻ താങ്കൾ ഇനി ജീവിതത്തിൽ വരരുത്. ഞാൻ ഈ പറഞ്ഞ ആരാന്ന് ഈ കേൾക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഇത് കാണുന്നവരാണ്, അവർക്ക് പിടികിട്ടും.
അത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇതൊരു സാധാരണ ഒരു യൂട്യൂബർ അയാളടുത്ത് പോകുമ്പോൾ, കാരണം അറിയാം ഇവിടെ RSSന് വലിയ, കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ RSS ശാഖകളുള്ളവരാണ്. RSS അനുഭാവികൾ ഒത്തിരി പേരുണ്ട്, ഗ്ലോബലായിട്ടുണ്ട്, BJPക്കാരുണ്ട്, അതായത് റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ ആൾക്കാരുണ്ട്. ഒരു സാധാരണ യൂട്യൂബറിൻ്റെ അടുത്ത് പോകുമ്പോഴേ, കാരണം സബ്സ്ക്രിപ്ഷൻ വ്യൂസ് മാറ്റർ ചെയ്യും. അവരെന്ത് പറയും? ഓക്കെ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം. ഞാൻ അന്ന്, അതായത് 4 ദിവസം മുമ്പ് ഈ മനുഷ്യൻ പറഞ്ഞത് കേട്ടിട്ട് നിൽക്കുവാണെങ്കിൽ എനിക്ക് നാളെ ഇവർക്കെതിരെ പുല്ല് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈ പറയുന്നത് അതിൻ്റെ ബോധം നിങ്ങൾക്ക് പിടികിട്ടിയോ? അതായത് ലൈഫിൽ ഇന്ന് വരെ ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഞാൻ ഈ സബ്സ്ക്രിപ്ഷൻ്റെയും വ്യൂസിൻ്റെയും പേരിൽ ഇവർക്ക് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് കാണിക്കുന്ന ഡിസോണസ്റ്റി ഇല്ലയോ? ഞാനിപ്പം അവർ പറയുന്ന രീതി ഞാൻ തുള്ളേണ്ടി വരത്തില്ലയോ? മെസ്സേജ് വളരെ കൃത്യമാണ്, പുള്ളിക്ക് കൃത്യമായിട്ട് പിടികിട്ടി. പിന്നീട് പുള്ളി പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ധരിച്ചല്ലേ ഇങ്ങനെ ധരിച്ചു. ഞാൻ പറഞ്ഞു, ആ കോപ്പ് പരിപാടിയൊക്കെ കൈവച്ചോളാൻ പറഞ്ഞു. ഞാൻ ഇത് പറയാനുള്ളത് സംഭവം, ഇത് പറഞ്ഞതിൻ്റെ കാര്യം അറിയാമോ ശ്രീകണ്ഠൻ നായരെ? കാരണം ഞാൻ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് വന്നതാണ്. ഇവർ വന്നിരുന്ന് സംസാരിച്ചപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞാൽ പിടികിട്ടി ഇവരെങ്ങോട്ടാണ് ഇത് പോകുന്നത്. അതുമല്ല, ഞാൻ മെസ്സേജ് വളരെ കൃത്യമായിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാൻ വരും, 1 മണിക്കൂർ ഇരിക്കും, നിങ്ങളുടെ സമയം അനുസരിച്ച് വരും. നിങ്ങൾ എന്നെ കാണാൻ വരുന്നത്, ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യും. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, സാക്ഷാൽ പ്രധാനമന്ത്രി പോലും അത് കഴിഞ്ഞ് ഞാൻ ഇത്ര സമയം കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഈ സുജയ മഹാജന്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് സാക്ഷാൽ പ്രധാനമന്ത്രി വിളിച്ച് പറഞ്ഞാൽ പോലും ഞാൻ ചെയ്യത്തില്ല, കേട്ടത്തില്ല, ഔട്ട്. ഇനി ആ ഓർഗനൈസേഷൻ പൂട്ടിയാലും പോകട്ടെ. കാരണം അങ്ങനെ എനിക്ക് അത് നടപ്പിലാക്കാൻ പറ്റും. മനസ്സിലാക്കേണ്ടത്, ഞാൻ നാഷണൽ ചാനലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും ഈ പറയുന്ന പലതിൻ്റെ ഹെഡായിട്ടിരിക്കുമ്പോഴും അവിടെയുള്ള പല സീനിയർ ജേർണലിസ്റ്റുകൾക്കൊക്കെ ഇന്ത്യയിലെ പല സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാരുമായിട്ട് നേരിട്ട് ബന്ധമാണ്. ഞാൻ ഡൽഹി പവർ ഹബ്ബാണ്. അവരൊക്കെ അവരുടെ വീടുകളിൽ പോയി ആഹാരം കഴിക്കും, ഡിന്നർ കഴിക്കും. അവിടുത്തെ പല സ്റ്റേറ്റുകളുടെ ഗസ്റ്റ് ഹൗസുകളുണ്ട്, ഭവനുകൾ. അപ്പോൾ അത്ര അവിടുത്തെ മുഖ്യമന്ത്രിമാരെ മദ്യപിക്കുന്ന, സ്ഥിരം മദ്യപിക്കുന്ന ജേർണലിസ്റ്റുകൾ വരെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത്, എൻ്റെ കൊളീഗായിട്ട് വർക്ക് ചെയ്ത്. പക്ഷെ അവനൊക്കെ എന്നെ പേടിയ എന്താണെന്നറിയോ? ഞാൻ ഒരു കാരണവശാലും എൻ്റെ തലയെ കൂടി ഇവന്മാരെ പറക്കാൻ സമ്മതിക്കത്തില്ല. അമ്മ ഗുഡ് മോർണിംഗും ആ ക്രാപ്പും കോപ്പും ഒന്നും എനിക്ക് വേണ്ട. പറയുന്ന ജോലി ചെയ്തോണം, നീ പറയുന്നത് ഞാൻ ചെയ്യത്തില്ല. എഡിറ്റോറിയൽ പോളിസി എൻ്റെയാണ്, ഞാനാണ് ബോസ്. ഇതാണ് ഒറ്റ സംഭവം, അതിന് വേറെ ബോസ് ഇല്ല. മാനേജ്മെൻ്റൊക്കെ വേറെ. അവിടെയും കൃത്യമായിട്ട് പറഞ്ഞു. എൻ്റെ കൂടെ ചില മലയാളികളുണ്ടായിരുന്നു, അവർക്കും അറിയാം ഞാൻ തന്നെയാണ് ബോസ്, ഞാൻ തീരുമാനിക്കുന്ന നടപ്പിലാക്കുക. ഒരാളെ അടുപ്പിക്കത്തില്ല. സാക്കിയുണ്ടെന്ന് അപ്പോഴേ സാക്കി ദൂരക്കളെ. അപ്പം ഞാനൊരു സംഭവം പറയാം. നാരദ ന്യൂസ് ചാനലോ എൻ്റെയാണ് ഈ പ്രോഡക്റ്റ്. ആ സമയത്ത് കൊച്ചിയിൽ എൻ്റെ ഓഫീസ് ഉണ്ടായിരുന്ന സമയത്ത് ഏകദേശം എനിക്ക് കേരളത്തിലും 14 സ്റ്റാഫ് ഉണ്ടായിരുന്നു. ലാസർ ഷൈൻ എന്ന് പറഞ്ഞ ആളായിരുന്നു അതിൻ്റെ അവിടുത്തെ ലോക്കൽ എഡിറ്റോറിയൽ ഇൻചാർജ്. ഞാൻ ഡൽഹിയിലാണ്. ഒരു ദിവസം ലാസർ വിളിച്ചു പറഞ്ഞു, അവിടെയുള്ള 10ഓളം സ്റ്റാഫുകൾക്ക്, അതായത് നമ്മൾ ഈ ഹാദിയ ഇഷ്യൂവിൽ ഹാദിയെ പിന്തുണച്ചതാണ്, അപ്പം അതിൻ്റെ പേരിൽ 10ഓളം സ്റ്റാഫുകൾക്ക് ഈ വത്തക്ക അധ്യാപകൻ, ഫറൂഖ് കോളേജ് അധ്യാപകൻ വത്തക്കയുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അയാളെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവിടെ 10ഓളം സ്റ്റാഫുകൾ, അതിനകത്ത് മൈലമ്മയും കുയിലമ്മയൊക്കെ അവാർഡ് കിട്ടിയ ആൾക്കാരുണ്ട്, ഇപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ. അവർക്ക് പെട്ടെന്ന് രാജിവെക്കണം. എന്നെ വിളിച്ച് ഷോക്കിംഗ് ആയിട്ട് പറഞ്ഞു. ഞാൻ വളരെ കൂളായിട്ട് പറഞ്ഞു, ഓൺലൈനിൽ എടുക്കാൻ പറഞ്ഞു, ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ 10 പേരെയും വിളിച്ചിട്ട് അവിടെ ഈ ലാസറിൻ്റെ മൈക്കിലിട്ടിട്ട് പറഞ്ഞു, 10 പേർക്കും ഇപ്പോൾ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോകാം. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് ഒരുത്തിനെ ഞാൻ അകത്ത് കയറ്റില്ല. മനസ്സിലായ ഡിസിഷൻ? കാരണം എനിക്ക് ഈ ഗെയിമൊക്കെ അറിയാം. ഞാൻ ഇവനെ ഒരുത്തനെ എൻ്റെ മേളിൽ കൂടെ സുഡാപ്പിയും കിടാപ്പിയും എൻ്റെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തോ എൻ്റെ രീതിയിൽ പോയിക്കോണം, അവൻ്റെ രീതിയിൽ ഞാൻ പോകത്തില്ല. ആര് പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല. ഇതാണ് കാരണം. ഇവിടെ ശ്രീകണ്ഠൻ നായർ കോംപ്രമൈസ് ചെയ്താണ് ഇവിടുത്തെ ഇഷ്യൂ. നിങ്ങൾ മനോരമയുടെ മാനേജ്മെൻറ്റിനെ കണ്ടുപിടിക്കണം. അവരാണ് എക്സലൻ്റ് മാനേജ്മെൻറ്റ് കേരളത്തിൽ നടത്തുന്നത്. അവരവരുടെ മേളിൽ കൂടെ ഒരൊറ്റ സ്റ്റാഫിനെ, അതായത് മനോരമയുടെ മുകളിൽ ഒരാളെ പോലും ഉയരാൻ അവർ സമ്മതിക്കത്തില്ല. അപ്പോഴേ അടിച്ചങ്ങ് കൊടുക്കും.
അവർ ഏതെങ്കിലും സ്റ്റാഫുകൾ ഇതേപോലെ ഇന്റേണൽ ഈഗോ ക്ലാഷ് ഉണ്ടാക്കി രണ്ടുപേർ അടി ഉണ്ടായിട്ട് സ്റ്റോറി ഹാൻഡിക്യാപ്ഡ് ആക്കി നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് പ്രൊഫഷണലിസമാണ് ബേസിക്കലി. ഇതാണ് പഠിക്കേണ്ട സംഭവം. അതായത് ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കാരണം നിങ്ങൾ ഈ ചെയ്യണമെന്നായിരുന്നു ഞാൻ ഒരു ജ്യേഷ്ഠൻ എന്ന രീതിയിൽ താങ്കളോട് പറയുകയാണ്. താങ്കൾ ഈ പറയുന്നത് എനിക്കറിയാൻ വിടുവാത്തരമാണ് ഈ ചാനലിനകത്തൊക്കെ വന്ന്. കാരണം ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതല്ലയോ. അപ്പം എനിക്കറിയാം ഇന്നത്തെ പ്രശ്നങ്ങൾ അറിയാം. അതായത് ഞങ്ങളത് ചെയ്യുന്നു, ഞങ്ങൾ ഇത് ചെയ്യുന്നു, കോപ്പം ചെയ്തില്ലെന്ന് എനിക്കറിയാം. ഇതെല്ലാം ഡ്രാമയും ഗിമിക്സും ആണെന്നറിയാം. കാരണം ഇതേ സെയിം പ്രൊഫഷനാണ് നമ്മൾ രണ്ടുപേരും. കാരണം ഞാൻ നാഷണലിൽ ഒത്തിരി പയറ്റിയ ഒരാളെ 10-30 വർഷം ഒരു ചെറിയ കാലയളവല്ല. ഇപ്പം നിങ്ങൾ അവിടെ ഒരു വീക്ക് വിക്കറ്റായി. ഒരു വീക്ക് വിക്കറ്റ് ആണെങ്കിൽ ഇവരെല്ലാവരും കയറി ചൊറിയും. ആ ചൊറിയാനുള്ള അവസരം ഈ സുജയ പാർവതി ഇഷ്യൂർ ഉണ്ടായിക്കൊടുത്തു. അത് കഴിഞ്ഞ് താങ്കൾക്ക് ജേർണലിസം അറിയത്തില്ലെന്ന് രാജശേഖരമായിട്ടുള്ള ആ ഡിബേറ്റ് പ്രൂവ് ചെയ്തു. അതായത് ഫർദർ പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട റീസ്ട്രക്ചർ ചെയ്ത് ദൂരെ കളയണം. അതിനെ ഒരു കാരണവശാലും നിങ്ങളുടെ മുകളിലോട്ട് ഒരുത്തനെ വളരാൻ വിടരുത്. വിട്ട് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ജൂനിയർ റിപ്പോർട്ടർ, ട്രെയിനി റിപ്പോർട്ടർ നിങ്ങളുടെ തലയിൽ കയറി ചൊറിയും. ഇതാ ശ്രീകണ്ഠൻ നായരുടെ 24-ന് വേണ്ടി മാത്രമല്ല, ഇതൊരു മീഡിയ മാനേജ്മെന്റ് തിയറിയാണ്. ഇതനുസരിച്ചാണ് ലോകത്തിലെ ഗ്ലോബൽ മീഡിയ എല്ലാം റൺ ചെയ്യുന്നത്. ഒരു ആങ്കറേയും ഈ ആങ്കറിൻ്റെ അതിനെ വെച്ച് നിങ്ങൾ മാർക്കറ്റ് ചെയ്യരുത്. ന്യൂസ് മാർക്കറ്റ് ചെയ്യും. ന്യൂസാണ് മാർക്കറ്റ്. ആങ്കറിനെ മാർക്കറ്റ് ചെയ്യരുത്. ഒരു റിപ്പോർട്ടറെയും മാർക്കറ്റ് ചെയ്യരുത്. ന്യൂസ് മാർക്കറ്റ് ചെയ്യുക. ആ ഫിലോസഫിയിലോട്ട് കയറി വന്നാൽ മാത്രമേ ഈ പറയുന്ന ന്യൂസ് ഓർഗനൈസേഷൻ, മീഡിയ ഓർഗനൈസേഷന് ഫർദർ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് താങ്കളുടെ കൺട്രോളിലൊന്നും നിൽക്കത്തില്ല. ഒന്നാമത് മലയാളി ജേർണലിസ്റ്റിൻ്റെ ധാരണ അവർക്ക് 4-5 പൊളിറ്റീഷ്യൻസിനെ പേഴ്സണലായിട്ട് ബന്ധമായി, അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയുടെ ഏതാണ്ട് സാധനം ലീക്കായിട്ട് ഞാൻ കോപ്പ് ഇതിൻ്റെയൊക്കെ ധാരണ അവനാണ് ഈ സംഭവമൊക്കെയാണ്. അപ്പം അത് കാണിക്കുമ്പോഴും ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ വന്ന് താങ്കളുടെ മുമ്പിൽ വിളമ്പുന്ന സമയത്ത് പോവില്ല എന്ന് പറയണം. ഇങ്ങനെ നിർത്തേണ്ടത്. കാരണം എനിക്കിതിൽ ഞാൻ താങ്കളുടെ കൂടെ തന്നെയാണ് ശ്രീകണ്ഠൻ നായർ. കാരണം ഇതേപോലെയുള്ള ഇഷ്യൂസ് ഞാൻ നേരിട്ട് ഒതുക്കിയത്. ഇത് നിങ്ങളത് പഠിക്കേണ്ട സംഭവമാണ്. ഓർഗനൈസേഷനിൽ ആരാണ് ഇൻഡിസിപ്ലിൻ അവനോട് ദൂരെ കളയാം, ആരാണെങ്കിലും. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. അതനുസരിച്ച് മാത്രമേ ഇത് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാം. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.